ഇടുക്കി ജില്ലയിലെ ചെറുകിട തേയില കർഷകരും കടുത്ത പ്രതിസന്ധിയിലാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ഉൽപാദനം കുറഞ്ഞതും വിലത്തകർച്ചയുമാണ് ജില്ലയിലെ 15,000-ഓളം വരുന്ന തേയില കർഷകർക്ക് തിരിച്ചടിയായത്. കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം ഇത്തവണ തേയിലക്കൊളുന്ത് ഉൽപാദനത്തിൽ പ്രതികൂലമായി ബാധിച്ചു. ഇതിനൊപ്പമാണ് പച്ചക്കൊളുന്തിന്റെ വിലയും ഗണ്യമായി കുറഞ്ഞത്. 21 രൂപ വരെ ലഭിച്ചിരുന്ന പച്ചക്കൊളുന്തിന് ഇപ്പോൾ ലഭിക്കുന്നത് 14 രൂപ. 14 രൂപ ലഭിക്കുന്നതാകട്ടെ ഏറ്റവും മികച്ച കൊളുന്തിനാണ്. ഗ്രേഡ് കുറഞ്ഞ പച്ചക്കൊളുന്തിന് 10 രൂപ മാത്രമാണ് ലഭിക്കുന്നത്. കൊളുന്തിന്റെ വിലത്തകർച്ചയും ഉൽപാദനക്കുറവും മൂലം നിലവിൽ വിളവെടുത്താൽ തൊഴിലാളികൾക്ക് കൂലി നൽകുവാൻ പോലും വരുമാനം ലഭിക്കില്ലെന്ന് ചെറുകിട കർഷകനായ ജോസഫ് മത്തായി പറയുന്നു. വൻകിട ഫാക്ടറികൾ പച്ചക്കൊളുന്ത് ശേഖരിക്കാൻ മടി കാണിക്കുന്നു. അവർക്ക് ഫസ്റ്റ് ക്വാളിറ്റി സാധനം മാത്രം മതി. 10 രൂപ മുതൽ ഈ കൊളുന്ത് കൊണ്ടുപോയി ഫാക്ടറികളിൽ കൊടുക്കേണ്ട ഒരു അവസ്ഥ കൃഷിക്കാരനുണ്ടാവുകയാണ്. 10 രൂപയ്ക്ക് പോലും വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥ. 1 കിലോ കൊളുന്തിന് 25 രൂപ വിലയെങ്കിലും കൃഷിക്കാർക്ക് കിട്ടിയില്ലെങ്കിൽ ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. വിലത്തകർച്ചയ്ക്കും വിളമോശത്തിനുമൊപ്പം വളങ്ങളുടെയും കീടനാശിനികളുടെയും വിലയിലുണ്ടായ വർധനവും ചെറുകിട തേയില കർഷകർക്ക് ഇരട്ടി പ്രഹരമാണ് സമ്മാനിക്കുന്നത്. വിപണിയിൽ തേയിലപ്പൊടിയുടെ വിലയ്ക്കനുസരിച്ച് പച്ചക്കൊളുന്തിന് വില നിശ്ചയിക്കണമെന്ന കർഷകരുടെ ആവശ്യത്തിനും വർഷങ്ങളുടെ പഴക്കമുണ്ട്. ജില്ലയിലെ ചെറുകിട കർഷകരിൽ നിന്നും പച്ചക്കൊളുന്ത് വാങ്ങുന്നത് വൻകിട കമ്പനികളാണ്. ഈ കമ്പനികളെ സഹായിക്കുന്ന നിലപാടാണ് ടീ ബോർഡ് സ്വീകരിക്കുന്നത് എന്ന ആരോപണവും കർഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കർഷകരുടെ ആരോപണം ശരിവെക്കുന്നതാണ് ടീ ബോർഡിന്റെ നിലപാടും. വീഡിയോ ജേർണലിസ്റ്റ് എസ് ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.